അടിപൊളിയല്ലേ? പറപ്പിച്ചിന് കുറെ നാൾക്ക് ശേഷം ഇങ്ങനെ പടം കാണുന്നു. അടിപൊളിയാണ്. നല്ല പടം. ദിലീപേട്ടൻ്റെ എന്താ പറയാ, കുറെ നാളിന് ശേഷം ഇത്രയും നല്ലൊരു മെസ്സേജ് ഉള്ള മൂവി എന്താ പറയാ, നിങ്ങൾ സോഷ്യൽ മീഡിയയിലേക്ക് എടുത്തിട്ട് വാരി വലിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നാലും ആ പടം നിങ്ങൾ കാണേണ്ടതാണ്. നിങ്ങൾക്കിട്ടുള്ളൊരു ഉപദേശം കൂടി അതിൻ്റെ അകത്തുണ്ട്. ഉർവശി മേഡത്തിൻ്റെ നന്നായിട്ട് ശരിക്കും കേൾക്കുക. നീലക്കുയിലില്ലേ? അയ്യോ, പഴയതും പുതിയ എല്ലാം കൂടി മിക്സ് ആയിട്ടൊരു ദിലീപേട്ടനെ കണ്ട് ശരിക്കും പറഞ്ഞാൽ ദിലീപേട്ടൻ്റെ ഒരു സിനിമ ഒരു നല്ല ബെസ്റ്റ് മൂവി. ശരിക്കും ഈ കാലഘട്ടത്തിൽ ഇപ്പോൾ ഉള്ള സിറ്റുവേഷനിൽ കാണേണ്ട ഒരു മൂവി. നമ്മുടെ കമൻറ്റോളികളും നിങ്ങൾ സോഷ്യൽ മീഡിയക്കാരും പ്രത്യേകമായിട്ടിരുന്ന് കാണുക. മനസ്സിലായില്ലേ? കാണണം, നിങ്ങൾ കാണണം, തീർച്ചയായിട്ടും കാണണം. എൻ്റെ പൊന്നെ, പടം കണ്ടിട്ട് ചിരിച്ചിട്ട് മണ്ണ് കപ്പി. അതൊന്ന് പിന്നെ ചെറുതായിട്ടൊന്ന് കരഞ്ഞു പോയി. ഇത്രയും റിയാലിറ്റിക്കായിട്ടൊരു ദിലീപേട്ടൻ്റെ പടം കണ്ടിട്ടില്ല. എല്ലാവരും ദിലീപേട്ടൻ ഔട്ടായി എന്ന് പറഞ്ഞാൽ, പക്ഷേ അതൊരു വൻ തിരിച്ചുവരവാണ്. പിന്നെ പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മുടെ ദിലീപേട്ടൻ്റെ പടത്തിലാണ് മിക്ക നായികമാരും പിറക്കുന്നത്. അത് ഇതിലൊരു വമ്പൻ നായിക എന്ന് വെച്ചാൽ മനസ്സ് നിറച്ചിട്ട് അവൾ എല്ലാവരെയും കൊടുമുടിയിൽ കയറ്റിയിട്ട് അവളെ ഇറക്കി വിട്ടു. അത്രയും നല്ല പെർഫോമൻസ് ആണ് രണ്ടാളെ. ദിലീപേട്ടനും ബാക്കല്ല, അത്രയും പെർഫോമൻസ്. അതിലുള്ള ആ ഫാമിലി മൊത്തം നമ്മളെ പിടിച്ചിരുത്തിയിട്ട് എന്താ പറയുക, രോമാഞ്ചം എന്ന് പറയുന്നത് രോമാഞ്ചം അത്രയും സെറ്റപ്പായിട്ടാണ് ഇറക്കി വിടുന്നത്. ദിലീപേട്ടൻ എവിടെയും പോയിട്ടില്ല, ദിലീപേട്ട ഇവിടെ തന്നെ ഉണ്ട്. ഒരു കുടുംബ സദസ്സിലിരുന്ന് കൈയടിച്ചിട്ട് ചിരിച്ച് മറിഞ്ഞ് അങ്ങനെ പോകണമെന്നുണ്ടെങ്കിൽ ദിലീപേട്ടൻ്റെ പടം തന്നെ വേണം. സൂപ്പർ മൂവി, പെർഫെക്റ്റ് ആണ് അല്ലേ? ദിലീപിൻ്റെ ഒരു ഫാമിലി മൂവി. കുറേ നാളിന് ശേഷം നമ്മൾ ദിലീപിൻ്റെ ഫിലിം കാണാനിരുന്നില്ലേ, അതേ ഇതിനകത്തുണ്ട്. നല്ല എല്ലാം ഉണ്ട്. ഹാസ്യമുണ്ട്, ഇമോഷൻസ് ഉണ്ട്, എല്ലാം ഉണ്ട്. നല്ലൊരു കംപ്ലീറ്റ് ഫാമിലി മൂവി. നല്ല പടം. ഞെട്ടിച്ചു. നല്ലൊരു ചിത്രം. ദിലീപേട്ടൻ്റെ അതിശക്തമായിട്ടുള്ള ഒരു തിരിച്ചുവരവ്, ജനപ്രിയ നായകൻ്റെ ഗംഭീര തിരിച്ചുവരവ് തന്നെയായിരുന്നു ഈ ഒരു ചിത്രം. തീർച്ചയായിട്ടും കുടുംബ പ്രേക്ഷകരെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ഘടകങ്ങളുള്ള ഈ ഒരു ചിത്രം തീർച്ചയായിട്ടും വന്ന് കാണാൻ പറ്റിയ നല്ലൊരു ചിത്രം തന്നെയാണ്. നല്ല സിനിമയാണ്. ദിലീപേട്ടൻ്റെ ഈ അടുത്തിറങ്ങിയതിൽ ഏറ്റവും നല്ല മികച്ച സിനിമയെന്ന് തന്നെ പറയാം. കാരണം കണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്യാൻ, സോഷ്യൽ മീഡിയ കണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മുടെ സ്വന്തം കുടുംബത്തിൻ്റെ കാര്യങ്ങൾ പോലും പറഞ്ഞുകൊണ്ട് അതൊരു ക്രിയേറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ സോഷ്യൽ മീഡിയയിൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന അലൻ ജോസ് പെരേരയെ പോലുള്ള വൃത്തികെട്ടവന്മാരുടെ ഒരു മെസ്സേജാണ് ഈ സിനിമ കൊടുക്കുന്നത്. ഈ സിനിമ എന്തായാലും തീർച്ചയായിട്ടും മലയാളികളായിട്ടുള്ള ആൾക്കാർ കണ്ടിരിക്കണം. ഇതെന്തായാലും ഇത് വിജയിക്കണം എന്നുള്ളത് ആവശ്യം തന്നെയാണ്. കാരണം ഇത് തെറ്റിദ്ധരിപ്പിച്ച് നടക്കുന്ന ഒരു വിഭാഗം ആൾക്കാരുണ്ട്. അപ്പോൾ അത് സമൂഹത്തിന് ഒരു തിരിച്ചറിവാവട്ടെ എന്ന് ഞാൻ പറയുകയാണ്. കാരണം ഇതിൻ്റെ പുതിയൊരു ഡയറക്ടറാണ്. എന്തായാലും അദ്ദേഹത്തിൻ്റെ സെക്കൻഡ് സിനിമയും നല്ല ബെറ്റർ ആവാൻ സാധ്യതയുണ്ട്. എന്തായാലും ലിസ്റ്റിൻ സ്റ്റീഫൻ എന്ന് പറഞ്ഞ ആ ഒരു നിർമ്മാതാവിനെ ഞാൻ അംഗീകരിക്കുകയാണ്. ദിലീപ് എന്ന് പറഞ്ഞ നടനെ ഞാൻ അംഗീകരിക്കുകയാണ്. എന്തായാലും ഈ ഒരു കണ്ടന്റ് തിരഞ്ഞെടുത്ത് ഈ സമൂഹത്തിന് ഒരു മാതൃകയാവാൻ വേണ്ടിയുള്ള ഒരു കണ്ടന്റ് തിരഞ്ഞെടുത്തതിന് വളരെ ഈ ക്രൂവിനെ ഒരു അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട്. കൊള്ളാം. അടിപൊളി പടം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കേരളത്തിൽ നടന്നു നിൽക്കുന്ന ഈ ഇൻഫ്ലുവൻസിൻ്റെ ഒരു പരിപാടി ഉണ്ടല്ലോ, ആളുകളെ ഒരുമാതിരി കരിവാരി തെച്ചിട്ടുള്ള പരിപാടി, അത് ശരിക്കും എടുത്ത് കാണിച്ചിട്ടുണ്ട് ഈ സിനിമയിൽ. പലർക്കും എന്താ പറയുക, നന്നായിട്ട് കുറേ ഇൻഫ്ലുവൻസിന് ഇത് കൊള്ളും. കാരണം നല്ല അടിപൊളി പടം കേട്ടോ. കാരണം ദിലീപ് വിരോധികൾ ഒരുപാടുണ്ട്. അവരൊക്കെ ഈ പടം പൊട്ടിക്കാനും പിന്നെ മാക്സിമം ഈ പടം പൊട്ടിക്കാനേ നോക്കുള്ളൂ. പക്ഷേ ഈ പടം നല്ല അടിപൊളി പടമാണ്. ഫാമിലി ആയിട്ട് കാണാൻ പറ്റുന്ന നല്ല അടിപൊളി ത്രില്ലർ മൂവി, കോമഡി ഉണ്ട്, അത്യാവശ്യത്തിന് എല്ലാം കൊണ്ടും സൂപ്പർ പടമാണ്. അടിപൊളി ദിലീപ് സിനിമ കേട്ടോ. ദിലീപിൻ്റെ ഒരു പകുതി മുക്കാൽ തിരിച്ചു വരുമെന്ന് തന്നെ പറയാം. കുഴപ്പമില്ല, നല്ലൊരു മേക്കിംഗ് ആണ്. നല്ലപോലെ കയറുന്നു. ദിലീപിൻ്റെ പഴയ പാനരസങ്ങളൊക്കെ കണ്ടു, കുഴപ്പമില്ല. അതൊക്കെ ഇൻ്റർവെൽ വരെ നല്ല പടം വരുന്നു. ഇൻ്റർവെൽ വരെ ഭയങ്കര കോമഡി തമാശമായിട്ടുള്ള ഇൻ്റർവെൽ ഇച്ചിരി സീരിയസ് പടമാണ്. കുഴപ്പമില്ല, എന്നാലും നല്ലതായിട്ട് എല്ലാം മിക്സ് ചെയ്താൽ വന്നിരിക്കുന്നത്. ഇൻ്റർവെൽ വരെ പക്കാ കോമഡി ആയിരുന്നു. ദിലീപിൻ്റെ പഴയ സ്റ്റൈലൊക്കെ കാണാനുണ്ട്. ഇൻ്റർവെൽ കഴിഞ്ഞ് ഒരു സെൻറ്റിമെൻറ്റ്സ് ലീവിലേക്ക് പോയി. അവസാനം നന്നായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. പടം നല്ലൊരു തിരിച്ചുവരവ് തന്നെയാണ്. മോശമൊന്നുമല്ല, നല്ലൊരു തിരിച്ചുവരവ് തന്നെ ദിലീപിന് കിട്ടിയിട്ടുണ്ട്. നല്ല ഉഗ്രം പടം, കുഴപ്പമില്ല. അടിപൊളിയാണ് സിനിമ. ഈ ഇമോഷനായിട്ട് വന്നില്ലേ, അത് ഇത്രയും നേരത്തെ തൊട്ടുണ്ടായിരുന്നപ്പോൾ ഭയങ്കര കോമഡി ആയിരുന്നു. പിന്നെ ലാസ്റ്റൊക്കെ ആയപ്പോൾ ഭയങ്കര ഇമോഷൻ ആയിരുന്നു. സൂപ്പറായിട്ട് ദിലീപ് ചേട്ടൻ അടിപൊളി. വളരെ ദിലീപ് ചേട്ടൻ കോമഡിയാണ്. പിന്നെ ലാസ്റ്റ് ഇമോഷനൊക്കെ ഫസ്റ്റ് ടൈമിലാണ് ഇങ്ങനത്തെ നല്ല ഇമോഷൻ കാണുന്നത്. നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. അങ്ങനെ